മുസ്ലിം ലീഗ് മന്ത്രിമാരെ അല്പസമയത്തിനകം അറിയാം. മന്ത്രിമാരെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തീരുമാനിക്കും. ലീഗിന് ലഭിക്കുന്ന വകുപ്പുകളിൽ മാറ്റം വന്നേക്കും. ദീപക് ധർമ്മടം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ദീപക്, ചില പേരുകളിൽ ആശയക്കുഴപ്പമുണ്ട്, ലീഗിനുള്ളിൽ തന്നെ പ്രതിഷേധവുമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ടേമിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്തുണ്ടായിരുന്ന അതേ വകുപ്പുകൾ വേണം എന്നുള്ള ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസം അടക്കം ചില വകുപ്പുകളിൽ മാറ്റത്തിനുള്ള സാധ്യതയും ഉണ്ടല്ലേ? രണ്ടു കാര്യങ്ങളാണ് ഇതിൽ പ്രധാനം. ഒന്ന്, മന്ത്രിമാരെ തീരുമാനിക്കുന്നത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളായിരിക്കും. അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാദിഖ് അലി തങ്ങളെ യോഗം തീരുമാനിച്ചു എന്നുള്ളതാണ്. അതായത് ഉന്നതാധികാര സമിതിയും പാർലമെന്ററി ബോർഡും യോഗം ചേർന്നു. ആ യോഗം ലീഗ് അധ്യക്ഷനെ മന്ത്രിമാരെ തീരുമാനിക്കാനും UDF നൽകുന്ന സീറ്റിനനുസരിച്ച് മന്ത്രിമാരുടെ കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് അറിയിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തു. യോഗം ഇപ്പോൾ അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനിച്ച അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപനത്തിലേക്ക് കടക്കും. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ലീഗിന്റെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകുമെന്ന സൂചന യോഗത്തിൽ നൽകി എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് നൽകും എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കുമ്പോൾ ഫിഷറീസ് വകുപ്പ് അതുപോലെ തന്നെ ഗ്രാമവികസനം എന്ന ഒരു പുതിയ വകുപ്പ് ഉണ്ടാക്കുന്നു. ആ വകുപ്പ് കൂടി ഏറ്റെടുക്കും. അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ മറ്റൊരു വകുപ്പ് കൂടി വരുന്നു. ഫിഷറീസ് വകുപ്പ് കൂടി അഡീഷണലായി എടുക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് നൽകുക, അത് യഥാർത്ഥത്തിൽ ഈ VC നിയമനം മറ്റു കാര്യങ്ങളിലൊക്കെ ഈ മറ്റു വിവാദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് എന്നുള്ള നിലയിലാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും മന്ത്രിമാരുടെ തീരുമാനം എടുക്കാൻ വേണ്ടിയുള്ള ചുമതലപ്പെടുത്തൽ അത് ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപനം വരും. പ്രഖ്യാപനം വരുന്നതുവരെ ഈ കാര്യങ്ങളൊന്നും തന്നെ പുറത്തു പറയേണ്ടതില്ല എന്നാണ് യോഗത്തിൽ നൽകിയ നിർദ്ദേശം. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് MLA-മാർ ഇങ്ങനെ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ കാണാം. നമുക്കിതാ PK ഫിറോസിനെ കാണാം. നമുക്കിതാ കൊടുവള്ളിയിൽ നിന്നും വലിയ വിജയം നേടിയ PK ഫിറോസ് നമ്മളോടൊപ്പം ചേരുകയാണ്. ക്യാമറാമാൻ രാജേഷ് വളരെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ PK ഫിറോസ് നമുക്ക് കാണിക്കാം. ഫിറോസ്, എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ പാർലമെന്റ് ബോർഡ് യോഗം? നല്ല മീറ്റിംഗ് ആയിരുന്നു. ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അതുപോലെ തന്നെ നിയമസഭാ സാമാജികരായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് എങ്ങനെ പ്രവർത്തിക്കണം, അടുത്ത 5 വർഷക്കാലം അവരുടെ ഉത്തരവാദിത്തം എന്താണ് എന്ന് ഞങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ ഒരു സുദീർഘ പ്രസംഗത്തിൽ എല്ലാവരുടെയും MLA ആകണമെന്നും അതുപോലെ തന്നെ ഈ ലീഗിനെതിരെ നടക്കുന്ന പ്രചരണങ്ങളെ ശരി, ദീപക് ധർമ്മടമാണ് മുസ്ലിം ലീഗ് യോഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.